വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ PSC ആവർത്തി ചോദിച്ച മലയാളം ചോദ്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി 4 ക്ലാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ PSC പരീക്ഷകളിൽ ഇതുവരെ ചോദിച്ച മലയാളം ചോദ്യങ്ങളെല്ലാം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, മോഡൽ പേപ്പേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ പോയി കാണാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. ഇതിൽ അകത്തമ്മ ചമഞ്ഞു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് അറിയേണ്ടത്. എന്താ വരുന്നത്? വലിയ മേന്മ നടിക്കുക, വലിയ മേന്മ നടിക്കുക. നെക്സ്റ്റ്, അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്തെഴുതുക. രാമൻ്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. രാമൻ്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെയധികം സംസാരിക്കുന്നതിന് ഒറ്റപ്പദം എങ്ങനെയാണ് എഴുതുന്നത്? എങ്ങനെയാണ് എഴുതാം? അതിവാചാലൻ, അതിവാചാലൻ, അതിവാചാലൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. അന്തസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്? എങ്ങനെയാണ്? അന്തസ്, ബി ആണ് ഓപ്ഷൻ വരുന്നത്. അന്തസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇന്ത അല്ലേ? ഇന്തായും പിന്നെ 2 സ ഉണ്ട്. അന്തസ്, അന്തസ്, അന്തസ്. നെക്സ്റ്റ്, അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. അനശ്വരതയെക്കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. ഇതിൽ അനശ്വരത എന്ന് പറയുന്നത് അനശ്വരതയുടെ വിപരീത പദമാണ് നശ്വരം എന്ന് പറയുന്നത്. അനശ്വരതയുടെ വിപരീത പദം എന്ന് വെച്ചാൽ എന്താണ്? നശ്വരമാണ്, നശ്വരം. നെക്സ്റ്റ്, നദിയുടെ പര്യായം അല്ലാത്ത പദം ഏതാണ്? നദിയുടെ പര്യായം അല്ലാത്ത പദം ഏതാണ്? ദീപവതി, ധുനി, സ്രോതസ് എന്നിവയ്ക്ക് എന്താണ്? നദിയുടെ പര്യായ പദങ്ങളാണ്. ദീപവതി, ധുനി, സ്രോതസ് എന്നിവ നദിയുടെ പര്യായ പദങ്ങളാണ്. പയോധം എന്ന് പറയുന്നതാണ് പര്യായമല്ലാത്ത പദം. പയോധമാണ്. നെക്സ്റ്റ്, വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക എങ്ങനെയാണ് വരാ? വാങ്ങുമയം, വാങ്ങുമയം കേട്ടോ. വാങ്ങുമയം, 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 വാങ്ങുമയം. വാക്ക് പ്ലസ് മയം വാങ്ങുമയം. അല്ലെങ്കിൽ ചോദിക്കാം വാങ്ങുമയം എങ്ങനെയാണ് എഴുതാന്നുള്ളത്. എങ്ങനെയാണ്? വാക്ക് പ്ലസ് മയം എന്നാണ്. വാക്ക് പ്ലസ് മയം എന്നാണ്. നെക്സ്റ്റ്, പലവുരു പിരിച്ചെഴുതുക. പലവുരു എന്ന് പറയുന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതുക? പലവുരു, പലവുരു പിരിച്ചെഴുതിയാൽ പല പ്ലസ് ഒരു, പല പ്ലസ് ഒരു. പലവുരു എഴുതിയാൽ എങ്ങനെയാണ്? പല പ്ലസ് ഒരു. സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏതാണ്? സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏതാണ്? ദ്വിവചനമാണ്, ദ്വിവചനം. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? PV ആൽബി, PV ആൽബി. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? ജാതിയിൽ ഏകദേശം 1000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. തെറ്റാണല്ലോ. ഓളം എന്ന് പറയുന്നുണ്ട്, ഏകദേശം എന്ന് പറയുന്നുണ്ട്. തെറ്റാണ്. ഉദ്ദേശം 20-നടുത്ത് കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അല്ലേ? മാത്രം എന്ന് പറയുന്നുണ്ട്, ഉദ്ദേശം എന്ന് പറയുന്നുണ്ട്, ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സെയിം മീനിങ് വരുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് അതും തെറ്റാണ്. ഏറെക്കുറെ 50-നകം ആളുകളെ വന്നുള്ളൂ. ഏറെക്കുറെ എന്ന് പറയുന്നുണ്ട്. പിന്നെ 50-നകം എന്ന് ആളുകളെ വന്നുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമാണ് വരുന്നില്ല. അതും തെറ്റാണ്. നെക്സ്റ്റ്, 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. ശരിയാണല്ലോ. 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു എന്ന് പറയുന്നതാണ് ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷി മൃഗാദികൾ എന്ന പദത്തെ ഘടകപദങ്ങളാക്കി വിപുലീകരിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? പക്ഷി മൃഗാദികൾ എന്ന പദത്തെ ഘടകപദങ്ങളാക്കി വിപുലീകരിക്കുമ്പോൾ വരുന്നത് എങ്ങനെയാണ്? പക്ഷി, മൃഗം, ആദി, ആയവ. പക്ഷി, മൃഗം, ആദി, ആയവ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റ് കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, താഴെ തന്നിട്ടുള്ളവയിൽ രൂപം കൊണ്ട് ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും ഏകവചനമായ പദം ഏതാണ്? രൂപം കൊണ്ട് ബഹുവചനമാണ് തോന്നുന്നു എങ്കിലും ഏകവചനമായ പദം ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണല്ലോ അല്ലേ? ദ്രോണറാണ്. എന്താണ്? താഴെ തന്നിട്ടുള്ള രൂപം കൊണ്ട് ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും ഏകവചനമായ പദമാണ് ദ്രോണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്,
സന്ധി നിയമപ്രകാരമുള്ള ശരിയായ പദനിര കണ്ടെത്തുക. സന്ധി നിയമപ്രകാരമുള്ള ശരിയായ പദനിര തന്നിരിക്കുന്നതിൽ ഏതാണ്? നിറപ്പറ, എരുത്തി, ഉരക്കല്. നിറപ്പറ, എരുത്തി, ഉരക്കല്. നെക്സ്റ്റ്, ഭൂമി എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഭൂമി എന്നർത്ഥം വരുന്ന പദം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ്? ഇളയാണ്. ഇളയാണ്. ഭൂമി എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഇള. നെക്സ്റ്റ്, ഈ കൂട്ടത്തിൽ പെടാത്ത ജോഡി ഏതാണ്? ആയം, വ്യയം, ആരോഹണം, അവരോഹണം, ജ്ഞാനം, വിജ്ഞാനം, രമസ്, ജ്യോതിസ് എന്നാണ് തന്നിരിക്കുന്നതിൽ. അപ്പോൾ നമുക്കിവിടെ തെറ്റായത് ജ്ഞാനം, വിജ്ഞാനം എന്ന് പറയുന്നതാണ്. ജ്ഞാനം, വിജ്ഞാനം എന്താണ്? സെയിം മീനിങ് ആണ് അല്ലേ വരുന്നത്? ജ്ഞാനം, വിജ്ഞാനം സെയിം മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരാം? അറിവില്ലായ്മ എന്നൊക്കെയല്ലേ വരാം. അപ്പം അതാണ് തെറ്റായിട്ടുള്ളത്. കൂടുതൽ പെടാത്ത ജോഡി എന്ന് പറയുന്നത് ആയത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? വ്യയമാണ്. ആരോഹണം, അവരോഹണം, തമസ്, ജ്യോതിസം. നെക്സ്റ്റ്, ഏറിയ വെള്ളം എറുമ്പിന് സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? എറവെള്ളം എറുമ്പിന് സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അല്പവസ്തുക്കളും നിസ്സാരന്മാർക്ക് വലുതായി തോന്നും. നെക്സ്റ്റ്, ഹെർക്കുലൻ ടാസ്ക് എന്നതിൻ്റെ സമാനമായ പ്രയോഗം എന്താണ്? ഹെർക്കുലൻ ടാസ്ക് എന്ന് വെച്ചാൽ എന്താണ്? ഭഗീരഥ പ്രയത്നം. ഭഗീരഥ പ്രയത്നം. ഹെർക്കുലൻ ടാസ്ക് എന്താണ്? ഭഗീരഥ പ്രയത്നം. പരിമാണത്തെ കുറിക്കുന്ന എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? പരിമാണത്തെ കുറിക്കുന്ന എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? പാരിമാണികം. പാരിമാണികം. നെക്സ്റ്റ്, ഞായർ എന്ന പദത്തിന് പര്യായമല്ലാത്തതേത്? ഞായർ എന്ന പദത്തിന് പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? പ്രഭാകരൻ, ദിനകരൻ, ദിവാകരൻ എന്നൊക്കെ എന്താണ്? ഞായറിൻ്റെ പര്യായ പദങ്ങളാണ്. സുധാകരനാണ് ഇതിൽ വരാത്തത്. അപ്പോൾ ഞായറിൻ്റെ പര്യായ പദങ്ങൾ പഠിച്ചിരിക്കുക. പ്രഭാകരൻ, ദിനകരൻ, ദിവാകരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രയോഗം തിരിച്ചറിയുക. വിശ്വസ്തൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏതാ വിശ്വസ്തൻ എന്ന് പറയുന്നത്? വിശ്വസ്തൻ താട്ടോ, സ് ത സ ത. വിശ്വസ്തൻ എന്ന് പറയുന്നത് സ ത. വിശ്വസ്തൻ എന്ന് പറയുന്നത് ഇതാണ് സ ത. ഈ സ, പിന്നെ ഇതിനിടയിൽ എന്താണ്? ഈ തായതിയിലെ സ്തൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, കാട് പര്യായ ശബ്ദം കണ്ടെത്തുക. കാടിൻ്റെ പര്യായ ശബ്ദമാണ് അടവി എന്ന് പറയുന്നത്. കാടിൻ്റെ പര്യായ ശബ്ദമാണ് അടവി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിക്രി എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ എന്താണ്? ഡിക്രി എന്ന് വെച്ചാൽ എന്താണ്? ഡിക്രി എന്ന് വെച്ചാൽ വിധി എന്നാണ് മീനിങ്. വിധി എന്നാണ് വരുന്നത്. ഡിക്രി എന്ന് വെച്ചാൽ എന്താണ്? വിധി എന്നാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ്, ഒറ്റപ്പദം എഴുതുക. കൃഷിയെ സംബന്ധിക്കുന്നത്. കൃഷിയെ സംബന്ധിക്കുന്നതിന് എന്താ പറയുക? കാർഷികം. കൃഷിയെ സംബന്ധിക്കുന്നത് വെച്ചാൽ എന്താണ്? കാർഷികം. കാർഷികം. പിരിച്ചെഴുതുക. നിരർത്ഥം. നിരർത്ഥത്തിനെ പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? നിരർത്ഥം എന്ന് പറയുന്നത് പിരിച്ചെഴുതിയാൽ എന്താണ്? നീ പ്ലസ് അർത്ഥം. അതായത് നീ ഇട്ടിട്ട് രണ്ട് കുത്തിട്ടിട്ടാണ് കേട്ടോ. നീ പ്ലസ് അർത്ഥം അതായത് എങ്ങനെയാണ്? നീ ഇട്ടിട്ട് രണ്ട് കുത്തിട്ടിട്ട് പ്ലസ് അർത്ഥം എന്ന് പറയുന്നതാണ് നിരർത്ഥത്തിനെ. എങ്ങനെയാണ് ഏതാ? നീ പ്ലസ് അർത്ഥം. ഓക്കെ. നീ എഴുതിയിട്ട് രണ്ട് കുത്തിട്ടിട്ട് പ്ലസ് അർത്ഥം ഉണ്ടോ. നെക്സ്റ്റ്, ബഹുവചന ശബ്ദം കണ്ടെത്തുക. ബഹുവചന ശബ്ദം കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഏതാണ് ബഹുവചനം? ഏതാണ്? കുട്ടികൾ. കുട്ടികൾ എന്ന് പറയുന്നതാണ് അല്ലേ? കുട്ടികൾ എന്ന് പറയുന്നതാണ് ബഹുവചനം. പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക. പുല്ലിംഗം നെഞ്ഞാർ, മഹാൻ, പ്രഭി, ബ്രാഹ്മണി എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ പുല്ലിംഗ ശബ്ദം ഏതാണ്? മഹാനാണല്ലോ. മഹാനാണ് പുല്ലിംഗ ശബ്ദം. നെക്സ്റ്റ്, വിപരീത പദം കണ്ടെത്തുക. അനാവരണം, അവരോഹണം, അനാച്ഛാദനം, അപഹരണം. ആരോഹണത്തിനെയാണ് ചോദിച്ചിരിക്കുന്നത്. അവരോഹണമാണ് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ അല്ലേ? ആരോഹണം, അവരോഹണം. ചേർത്തെഴുതുക. മഹത് പ്ലസ് ചരിതം. മഹത്ത് പ്ലസ് ചരിതം എന്ന് വെച്ചാൽ എന്താണ്? മഹത്ത് പ്ലസ് ചരിതം എന്ന് വെച്ചാൽ എന്താണ്? മഹച്ചരിതം അല്ലേ? മഹച്ചരിതം. ച രണ്ടേതാ? മഹച്ചരിതം. മഹച്ചരിതം. സമാനപദം കണ്ടെത്തുക. ധരണി. ധരണി എന്ന് പറയുന്നതിൻ്റെ സമാനപദം എന്താണ്? ഭൂമി എന്നാണ്. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? ധരണി എന്ന് പറയുന്നത് എന്താണ്? ഭൂമി എന്നാണ് അർത്ഥം വരുന്നത്. ധരണി, ഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? ശരിയായ പദം തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏതാണ് ശരിയായത്? സർവതോമുഖം, സർവതോ ഉന്മുഖം, സർവതോർമുഖം, സർവദുന്മുഖം. ഏതാണ് ശരിയായത്? സർവതോമുഖം. സർവതോമുഖം. ഓപ്ഷൻ എ ആണ് സർവതോമുഖം. 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 നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ശരി ഏത്? തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി? അസ്ഥിവാരം എന്ന് പറയുന്നതും പരിണത ഫലം എന്ന് പറയുന്നതാണ് ശരി. 1ഉം 2ഉം ആണ് ശരി. അസ്ഥിവാരം എന്ന് തറയെടുത്താണ് അസ്ഥിവാരം. പരിണത ഫലം എന്നാണ് എഴുതുന്നത്. ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ആണ് ശരി. നെക്സ്റ്റ്, ഒറ്റപ്പദമാക്കുക. ഋഷിയെ സംബന്ധിച്ചത്. കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. ഋഷിയെ സംബന്ധിച്ചത് നമ്മൾ എന്താ പറയുക? ആർഷം എന്നാണ് പറയുന്നത്. ആർഷം എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് അർത്ഥം കണ്ടെത്തുക. ബിബിൽസ, ബിബിൽസയുടെ അർത്ഥം എന്താണ്? ബിബിൽസ എന്ന് വെച്ചാൽ എന്താണ്? ഭേദിക്കുവാനുള്ള ആഗ്രഹം കേട്ടോ. ഭേദിക്കാനുള്ള ആഗ്രഹത്തെയാണ് ബിബിൽസ എന്ന് പറയുന്നത്. ഭേദിക്കാനുള്ള ആഗ്രഹം, ഭേദിക്കാനുള്ള ആഗ്രഹം. നെക്സ്റ്റ് പൂങ്കുല എന്നർത്ഥം വരുന്ന പദം ഏത്? പൂങ്കുല എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഏതാണ്? മഞ്ചേരി. മഞ്ചേരി എന്ന് പറയുന്നതാണ് പൂങ്കുല എന്നർത്ഥം വരുന്ന പദം ഏതാണ്? മഞ്ചേരി. വിപരീത പദം എഴുതുക. വിപരീത പദം ഖണ്ഡനം. ഖണ്ഡനത്തിൻ്റെ വിപരീത പദം എന്താണ്? മണ്ഡനം എന്നാണ്. ഖണ്ഡനം, മണ്ഡനം, ഖണ്ഡനം, മണ്ഡനം, ഖണ്ഡനം, മണ്ഡനം. വിപരീത പദം എന്താണ്? ഖണ്ഡനം, മണ്ഡനം, ഖണ്ഡനം, മണ്ഡനം. നെക്സ്റ്റ് സമാനാർത്ഥമുള്ള പദം കണ്ടെത്തുക. സമാനാർത്ഥമുള്ള പദം കണ്ടെത്തുക. കൽമഷം. കൽമഷം എന്ന് പറയുന്നതിന് സമാനാർത്ഥം എന്താണ്? കൽമഷം എന്ന് പറയുന്നത് എന്താണ്? പാപമാണ്. പാപമാണ്. കൽമഷം എന്ന് വെച്ചാൽ എന്താണ്? പാപം. കൽമഷം എന്നാണ് പാപം. കൽമഷം പാപം. വിപരീത പദം എഴുതുക. പരദേശം. പരദേശത്തിൻ്റെ വിപരീത പദം എന്താണ്? സ്വദേശം എന്നാണ്. വിപരീത പദം എന്താണ്? സ്വദേശം എന്നാണ്. പരദേശം, സ്വദേശം. പരദേശത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് സ്വദേശം. നെക്സ്റ്റ് പവിഴം എന്നർത്ഥമുള്ള പദങ്ങളേവ? എന്താണ്? പവിഴം എന്ന അർത്ഥമുള്ള പദങ്ങളേവ? ഇതൊക്കെയാണ് പ്രവാളം, പ്രവാളം, വിദ്രുമം, പ്രവാളം, വിദ്രുമം. പവിഴം എന്നർത്ഥമുള്ള പദങ്ങളാണ് പ്രവാളം, വിദ്രുമം. 1ഉം 4ഉം ആണ് ആൻസർ വരുന്നത്. പ്രവാളം, വിദ്രുമം, പ്രവാളം, വിദ്രുമം. പവിഴം എന്നർത്ഥമുള്ള പദങ്ങളാണ് പവിഴം, പ്രവാളം, വിദ്രുമം. നെക്സ്റ്റ് പിരിച്ചെഴുതുക. നന്നൂൽ. നന്നൂലിനെ എങ്ങനെയാണ് പിരിച്ചെഴുതുക? നന്നൂൽ എന്ന് പറയുമ്പോൾ 4 + നൂല്. 4 + നൂൽ. 4 + നൂൽ എന്ന് പറയുന്നത് നന്നൂലാണ്. അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം. 4 + നൂൽ, നന്നൂൽ. നന്നൂൽ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? 4 + നൂൽ. 4 + നൂൽ. നെക്സ്റ്റ് സ്വരസന്ധിക്ക് ഉദാഹരണം ഏത്? സ്വരസന്ധിക്ക് ഉദാഹരണം ഏതാണ്? അത് ഓപ്ഷനിൽ ഇല്ല കേട്ടോ. നെക്സ്റ്റ് എതിർലിംഗം എഴുതുക. എതിർലിംഗം എഴുതുക. സാത്വികൻ എന്ന് പറയുന്നത് സാത്വികൻ്റെ എതിർലിംഗം എന്താണ്? സാത്വികി എന്നാണ്. സാത്വികി. സാത്വികൻ, സാത്വികി. സാത്വികൻ, സാത്വികി, സാത്വികി. നെക്സ്റ്റ് എതിർലിംഗം എഴുതുക. വിധവ. വിധവയുടെ എതിർലിംഗം എന്താണ്? വിധൂരൻ. വിധൂരൻ. വിധവയുടെ എതിർലിംഗം എന്താണ്? വിധൂരൻ എന്നാണ്. വിധൂരൻ എന്നാണ്. നെക്സ്റ്റ് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ദേവതമാർ. ദേവതമാർ. സലിംഗ ബഹുവചനം ഏതാണ്? ദേവതമാർ. ദേവതമാർ. സലിംഗ ബഹുവചനമാണ് ദേവതമാർ. നെക്സ്റ്റ് വചനം ഏത്? ഗുരുക്കൾ. ഗുരുക്കൾ എന്നതിൻ്റെ വചനം എന്താണ്? ഗുരുക്കൾ എന്നതിൻ്റെ വചനം എന്താണ്? ഗുരുക്കൾ എന്ന് വെച്ചാൽ എന്താണ്? പൂജക ബഹുവചനം. ഗുരുക്കൾ എന്ന് പറയുന്നത് എന്താണ്? പൂജക ബഹുവചനമാണ്. ഗുരുക്കൾ എന്ന് പറയുന്നത് എന്താണ്? പൂജക ബഹുവചനം. നെക്സ്റ്റ് മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്ന ചൊല്ലിന് സമാനമായത് ഏതാ? മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്നതിന് ചൊല്ലിന് സമാനമായത് ഏത് ചോദിക്കാറുണ്ട് കേട്ടോ. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. കാറ്റുള്ളപ്പോൾ പാറ്റുക. കാറ്റുള്ളപ്പോൾ പാറ്റുക. നെക്സ്റ്റ് പരിഭാഷപ്പെടുത്തുക. അഡ്ജേൺ എന്ന് പറയുന്നതാണ്. അഡ്ജേൺ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് തന്നെയുണ്ടോ? അതൊക്കെ നമ്മൾ കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ. അഡ്ജേൺ എന്ന് പറയുന്നതാണ് നീട്ടിവെക്കുക. നീട്ടിവെക്കുക. ശൈലി വ്യാഖ്യാനിക്കുക. ആലത്തൂർ കാക്ക. ആലത്തൂർ കാക്ക എന്ന് പറയുന്നത് എന്താണ്? ആശിച്ച് കാലം കളയുന്ന ആളെയാണ് ആലത്തൂർ കാക്ക എന്ന് പറയുന്നത് എന്താണ്? ആശിച്ച് കാലം കളയുന്ന ആളെയാണ് ആലത്തൂർ കാക്ക എന്ന് പറയുന്നത്. ആശിച്ച് കാലം കളയുന്ന ആൾ. നെക്സ്റ്റ് ശരിയായ വാക്യം ഏതാണ്? ശരിയായ വാക്യം തന്നിരിക്കുന്നത് ഏതാണ്? ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം. ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം. നെക്സ്റ്റ് കൂപമണ്ഡൂകം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? കൂപമണ്ഡൂകം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ. കൂപമണ്ഡൂകം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ലോകപരിജ്ഞാനമില്ലാത്തവൻ. ലോകപരിജ്ഞാനമില്ലാത്തവൻ. കൂപമണ്ഡൂകം എന്ന് വെച്ചാൽ എന്താണ്? ലോകപരിജ്ഞാനമില്ലാത്തവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ഇരുന്ന് കഴുത്തറുക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൂടെ ഇരുന്നു കൊണ്ട് കഴുത്തറുക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അടുത്തുകൂടി ചതിക്കുക. അടുത്തുകൂടി ചതിക്കുക. കൂടെ ഇരുന്ന് കഴുത്തറുക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അടുത്തുകൂടി ചതിക്കുക. അടുത്തുകൂടി ചതിക്കുക. നെക്സ്റ്റ് അറൗണ്ട് ദ കോർണർ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അറൗണ്ട് ദ കോർണർ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ് അറൗണ്ട് ദ കോർണർ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇല്ല കേട്ടോ. അപ്പോൾ വേഗത്തിൽ സംഭവിക്കാമെന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് വരാം. ഇവിടെ നമുക്ക് ആ ഒരു ഇത് വരുന്നില്ല കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. തെറ്റില്ലാത്ത വാക്യം ഏതാണ്?
വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. നെക്സ്റ്റ്, പ്രസംഗിക്കുന്നയാൾ എന്നതിന് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. പ്രസംഗിക്കുന്നയാൾ എന്നതിന് ശരിയായ പദം ഏതാണ്? പ്രസംഗകൻ എന്നാണ്. പ്രസംഗകൻ എന്നാണ്. പ്രസംഗിക്കുന്നയാൾ പ്രസംഗകൻ. തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? തണുപ്പ് പ്ലസ് ഉണ്ട്, 2 പാ ഉണ്ട് കേട്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ തണുപ്പ് എന്ന് പറയുമ്പോൾ 2 പാ ഉണ്ട്. തണുപ്പ് പ്ലസ് ഉണ്ട് എന്നാണ് തണുപ്പുണ്ട് എന്നതിൻ്റെ ഇത് കേട്ടോ. തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്. ഇനി പെരും പ്ലസ് പറ ചേർത്ത് എഴുതിയാൽ കിട്ടുന്നത് എന്താണ്? പെരും പ്ലസ് പറ എന്ന് വെച്ചാൽ എന്താണ്? പെരുമ്പറ. പെരും പ്ലസ് പറ പെരുമ്പറ. ഈ പാണ് വരുന്നത് കേട്ടോ. പെരും പ്ലസ് പറ പെരുമ്പറ. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ജനിത്രിയാണ്. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് എന്താണ്? ജനിത്രി എന്നാണ്. ഭൂമിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ധരണി. ഭൂമിയുടെ പര്യായ പദങ്ങൾ പഠിച്ചു വയ്ക്കുക. കുറേ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ 3-4 ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ അതിലൊക്കെ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഭൂമിയുടെ പര്യായ പദങ്ങൾ കേട്ടോ. അത് പഠിച്ചു വയ്ക്കുക. ധരണി, വസുധ, മേധിനി എന്നിവയൊക്കെ എന്താണ്? ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. ധരണി കൂടുതലും എടുത്ത് ചോദിക്കുന്നുണ്ട്. ഭൂമിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ധരണി, വസുധ, മേധിനി എന്നിവയാണ് ഭൂമിയുടെ പര്യായ പദങ്ങൾ. ഇനി വിപരീത പദം എഴുതുക. വിവൃതം. വിവൃതത്തിന്റെ വിപരീത പദം എന്താണ്? വിവൃതം എന്ന് വെച്ചാൽ എന്താണ്? സംവൃതം. വിവൃതത്തിന്റെ വിപരീത പദം എന്താണ്? സംവൃതം. ഒറ്റപ്പദമാക്കുക. എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്ന് പറയുന്ന മീനിങ് വരുന്നത് എന്താണ്? എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്ന് വെച്ചാൽ സർവജനീയം എന്ന് പറയുന്നതാണ് എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്ന മീനിങ് വരുന്നത്. സർവജനീയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയാൾ പിരിച്ചെഴുതുക. അയാൾ എന്ന് പറയുന്നത് പിരിച്ചെഴുതിയാൽ എന്താണ്? ആ പ്ലസ് ആൾ എന്ന് പറയുന്നതാണ്. അയാൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുക? ആ പ്ലസ് ആൾ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാണ്? അവൻ ഒരക്ഷരം ഉരിയാടിയില്ല എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള വാക്യം. ഏതാണ്? അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപം ഏതാണ്? സലിംഗ ബഹുവചന രൂപം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? പെണ്ണുങ്ങൾ, വേലക്കാർ, അധ്യാപകർ, പെണ്ണ്. ഇതിലേതാണ് വരുന്നത്? പെണ്ണുങ്ങൾ എന്ന് പറയുന്നതാണ് സലിംഗ ബഹുവചനം. ഏതാണ്? പെണ്ണുങ്ങൾ. പുറം പ്ലസ് അടി ചേർത്ത് എഴുതുക. എന്താണ്? പുറമടി എന്ന് പറയുന്നതാണ്. പുറം പ്ലസ് അടി ചേർത്ത് എഴുതിയാൽ എന്താണ്? പുറമടി. സൂര്യൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? ഏതാണ് സൂര്യൻ്റെ പര്യായമല്ലാത്തത്? നമുക്ക് തന്നിരിക്കുന്നതിൽ പ്രധുനൻ, ഹരിദശ്വൻ, വികർത്തൻ എന്നൊക്കെ എന്താണ്? സൂര്യൻ്റെ പര്യായ പദങ്ങളാണ്. പഠിച്ചു വയ്ക്കുക. പ്രധുനൻ, ഹരിദശ്വൻ, വികർത്തൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ പര്യായ പദങ്ങളാണ്. പ്രധുനൻ, ഹരിദശ്വൻ, വികർത്തൻ. ഇതിൽ സൂപവർണ്ണി എന്ന് തന്നിട്ടുണ്ട്, അതാണ് തെറ്റ് വരുന്നത്. ഓക്കെ, പ്രധുനൻ, ഹരിദശ്വൻ, വികർത്തൻ എന്നിവ സൂര്യൻ്റെ പര്യായ പദങ്ങളാണ്. നെക്സ്റ്റ്, അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം തിരഞ്ഞെടുത്ത് എഴുതുക. തുല്യതയെക്കുറിച്ചുള്ള ആദർശം ജനാധിപത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അവിടെ തുല്യത എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അതിൻ്റെ വിപരീത പദം എന്താണ്? തുല്യതയുടെ വിപരീത പദം എന്താണ്? അതുല്യം എന്നാണ്. തുല്യത, അതുല്യം. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക. അസ്തിത്വം നമുക്ക് അറിയേ കണ്ട ക്വസ്റ്റ്യൻ ആണ്. അസ്തിത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ് അസ്തിത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അസ്തിത്വം എന്നിങ്ങനെയാണ് കേട്ടോ അതായത് സാടടിയിൽ നമ്മൾ താടും അതിനുശേഷം ഈ ത്വാടിട്ടില്ലേ ഇങ്ങനെ ഇട്ടിട്ടാണ് അസ്തിത്വം എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചു വയ്ക്കുക. അസ്തിത്വം എങ്ങനെയാണ് അസ്തിത്വം. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക. വ്യാകരണം അറിയാവുന്നവർക്ക് ഈ ഗ്രന്ഥം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതിൽ വ്യാകരണം അറിയാവുന്നവർ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറയുന്നത്? വൈയാകരണൻ എന്നാണ് പറയുന്നത്. വൈയാകരണൻ. വ്യാകരണം അറിയുന്നവർ വൈയാകരണൻ. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്ത് എഴുതുക. സുഹൃത്തുക്കളിൽ നിന്നും 5-ാം പത്തിക്കാരെ ഒഴിവാക്കുക തന്നെ വേണം. 5-ാം പത്തിക്കാരെ ഒഴിവാക്കുക. 5-ാം പത്തിക്കാരെ എന്ന് പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ഒറ്റം കൊടുക്കുന്നവരെ ആണ് 5-ാം പത്തിക്കാരെന്ന് പറയുന്നത്. ഒറ്റം കൊടുക്കുന്നവരെ. ഓക്കെ, ക്ലിയർ ആയല്ലോ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുയിൽ എന്നർത്ഥം വരാത്ത പദം ഏതാണ്? കുയിൽ എന്ന അർത്ഥം വരാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത്. കുയിലിൻ്റെ അർത്ഥങ്ങൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നതിൽ? ഏതൊക്കെയാണ് കുയിലിൻ്റെ അർത്ഥങ്ങൾ? പികം, കോകിലം, പരഭൃതം എന്നിവയൊക്കെ എന്താണ്? കുയിലിൻ്റെ അർത്ഥങ്ങളാണ്. പികം, കോകിലം, പരഭൃതം എന്നിവയൊക്കെ എന്താണ്? കുയിലിൻ്റെ അർത്ഥങ്ങളാണ്. കപോത്തം, കപോത്തം എന്ന് പറയുന്നതാണ് കുയിലിൻ്റെ അർത്ഥം വരാത്തത്. പികം, കോകിലം, പരഭൃതം എന്നിവ കുയിലിൻ്റെ അർത്ഥങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തെറ്റില്ലാത്ത രൂപം കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തെറ്റില്ലാത്ത രൂപം ചെലവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതാ? ചെലവ് എങ്ങനെയാണ് എഴുതാ? ചേലവ് എന്നാണ് കേട്ടോ എഴുതാം. ചേലവ്, ചിലവ് എന്ന് എഴുതാറുള്ളതാണ് പറഞ്ഞു തരുന്നത്. ചേലവ് എന്നാണ് എഴുതുന്നത്. നെക്സ്റ്റ്, കൊള്ളിവാക്ക് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കൊള്ളിവാക്ക്, കൊള്ളിവാക്ക് എന്ന് വെച്ചാൽ എന്താണ്? വേദനിപ്പിക്കുന്ന വാക്ക്. കൊള്ളിവാക്ക് എന്ന് വെച്ചാൽ എന്താണ്? വേദനിപ്പിക്കുന്ന വാക്ക് എന്നാണ് അർത്ഥം വരുന്നത്. കൊള്ളിവാക്ക് വേദനിപ്പിക്കുന്ന വാക്ക്. ധാർത്തരാഷ്ട്രർ ആരാണ്? ധാർത്തരാഷ്ട്രർ ആരാണ്? ധാർത്തരാഷ്ട്രർ ആരാണ്? ആരാണ്? ഏതാണ്? ധൃതരാഷ്ട്രരുടെ പുത്രന്മാരെയാണ്. ധൃതരാഷ്ട്രരുടെ പുത്രന്മാരെയാണ് ധാർത്തരാഷ്ട്രർ എന്ന് പറയുന്നത്. ധൃതരാഷ്ട്രരുടെ പുത്രന്മാരെയാണ് ധാർത്തരാഷ്ട്രർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഭാവുകനെ സംബന്ധിച്ചത് എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഭാവുകനെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഏതാണ്? ഭാവുകത്വം. ഭാവുകത്വം എന്ന് പറയുന്നതാണ് ഭാവുകനെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഭാവുകത്വം. ഭാവുകനെ സംബന്ധിച്ചത് ഭാവുകത്വം. താഴെ പറയുന്നതിൽ സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യയമായി വരാത്തത് ഏതാണ്? സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യയമായി വരാത്തത് ഏതാണ്? ഏതാണ് ഉഭയലിംഗ പ്രത്യയമായിട്ട് വരാത്തത്? തു എന്ന് പറയുന്നതാണ്. തു എന്ന് പറയുന്നതാണ് സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യയമായി വരാത്തത്. എന്താണ്? തു എന്നാണ്. ഇനി വെണ്ണ കട്ടുണ്ണി പിരിച്ചെഴുതിയാൽ എന്താണ്? വെണ്ണ കട്ടുണ്ണി പിരിച്ചെഴുതിയാൽ എന്താണ്? എന്താണ് വെണ്ണ കട്ടുണ്ണി പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് എഴുതാ? വെണ്ണ പ്ലസ് കട്ട പ്ലസ് ഉണ്ണി. വെണ്ണ പ്ലസ് കട്ട പ്ലസ് ഉണ്ണിയാണ് വെണ്ണ കട്ടുണ്ണി. എന്താണ്? വെണ്ണ പ്ലസ് കട്ട പ്ലസ് ഉണ്ണി വെണ്ണ കട്ടുണ്ണി. വെണ്ണ പ്ലസ് കട്ട പ്ലസ് ഉണ്ണി. കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഏതാണ്? മധുരമൊഴി, മുക്കണ്ണൻ, നാൻമുഖൻ എന്നിവയൊക്കെ എന്താണ്? ഒരുമിച്ച് ചേർത്ത് എഴുതിയിട്ടുള്ള വാക്കാണ്. കുന്നിൻ മകൾ എന്ന് പറയുന്നതാണ് വരാത്തത് കേട്ടോ. കുന്നിൻ മകൾ എന്ന് പറയുന്നതാണ് കൂട്ടത്തിൽ ചേരാത്തത്. നെക്സ്റ്റ്, ആഴക്കടലിൽ ഓളമില്ല ഇതേ അർത്ഥം വരുന്ന ചൊല്ല് ഏതാണ്? ആഴക്കടലിൽ ഓളമില്ല ഇതേ അർത്ഥം വരുന്ന ചൊല്ല് ഏതാണ്? ഏതാണ്? നിറക്കുടം തുളമ്പില്ല. നിറക്കുടം തുളമ്പില്ല എന്ന് പറയുന്നതാണ് ആഴക്കടലിൽ ഓളമില്ല എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിറക്കുടം തുളുമ്പില്ല. ഇനി ശരിയായ വാക്യം ഏതാണ്? ശരിയായ വാക്യം ഏതാണ്? അവൻ എല്ലാ കൊല്ലവും ഒന്നാമതായിരുന്നു, എന്നാൽ ഇക്കൊല്ലം രണ്ടാമതായി പോയി. അവൻ എല്ലാ കൊല്ലവും ഒന്നാമതായിരുന്നു, എന്നാൽ ഇക്കൊല്ലം രണ്ടാമതായി പോയി എന്ന് പറയുന്നതാണ് ശരിയായ വാക്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. വി.ടി. ഭട്ടതിരിപ്പാട് എഴുതാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം. നെക്സ്റ്റ്, ശരിയായ പദം ഏതാണ്? സമ്രാട്ട്, സാമ്രാട്ട്, സമ്രാട്ട് ഒക്കെ തന്നിട്ടുണ്ട്. ശരിയായ പദം ഏതാണ്? സമ്രാട്ട്, സമ്രാട്ട്, സമ്രാട്ട്. ശരിയായ പദം ഏതാണ്? സമ്രാട്ട്. ഒരു മായുള്ളൂ കേട്ടോ. സമ്രാട്ട്. മന്ദം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ്? മന്ദം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ്? മന്ദം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ്? ഏതാണ്? ശീഘ്രം, ശീഘ്രം. മന്ദം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ്? ശീഘ്രം. നെക്സ്റ്റ്, ശരിയായ പദം ഏതാണ്? ശരത് പ്ലസ് ചന്ദ്രൻ, ശരത് ചന്ദ്രൻ എന്നൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ ശരിയായിട്ടുള്ള ഏതാണ്? ശരത് ചന്ദ്രൻ. 2 ചായൻ കേട്ടോ. കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ശരത് ചന്ദ്രൻ, ശരത് ചന്ദ്രൻ, ശരത് ചന്ദ്രൻ. നെക്സ്റ്റ്, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ഭക്ഷിക്കുവാൻ, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ബുഭുക്ഷു, ബുഭുക്ഷു. ഏത് ഭായാന്ന് കൊണ്ട് പഠിച്ചേക്കാട്ടാ. ബുഭുക്ഷു, ബുഭുക്ഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബുഭുക്ഷു. നെക്സ്റ്റ്, മുറ്റം എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏത്? മുറ്റം എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? മുറ്റം എന്ന പദത്തിൻ്റെ അജീരം, അജീരം,
ചത്വരം, അങ്കണം എന്നിവയൊക്കെ എന്താണ് മുറ്റം എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അചിരം, ചത്വരം, അങ്കണം. അചിരം, ചത്വരം, അങ്കണം മുറ്റത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അചിരം, ചത്വരം, അങ്കണം. കൃപാണം എന്ന് പറയുന്നതാണ് വരാത്തത്. അചിരം, ചത്വരം, അങ്കണം എന്ന് പറയുന്നതാണ് മുറ്റം എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ. ഇനി ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം ഏതാണ്? ധനാശി പാടുക. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അവസാനിക്കുക. ധനാശി പാടുക എന്ന് വെച്ചാൽ എന്താണ്? അവസാനിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ധനാശി പാടുക, അവസാനിക്കുക. ഉമ്മാക്കി കാട്ടുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം ഏതാണ്? ഉമ്മാക്കി കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അയഥാർത്ഥമായ ഒന്നുണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക. അയഥാർത്ഥമായ ഒന്നുണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഉമ്മാക്കി കാട്ടുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം എന്താണ്? അയഥാർത്ഥമായ ഒന്ന് ഉണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക. അയഥാർത്ഥമായ ഒന്ന് ഉണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക. ഇനി ചിറ്റോളം പിരിച്ചെഴുതുക. ചിറ്റോളം പിരിച്ചെഴുതുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചിറ്റോളം പിരിച്ചെഴുതുക എന്താണ്? ചിറു പ്ലസ് ഓളം. ചിറു പ്ലസ് ഓളം. ചിറു പ്ലസ് ഓളം. ചിറ്റോളം എന്ന് വെച്ചാൽ എന്താണ്? ചിറു പ്ലസ് ഓളം. ചിറു പ്ലസ് ഓളത്തെ തിരിച്ചും പഠിക്കുക. ചിറു പ്ലസ് ഓളം, ചിറ്റോളം. നെക്സ്റ്റ് പ്രസാദം, പ്രാസാദം എന്നീ പദങ്ങളുടെ അർത്ഥം വരുന്നത് ഏതാണ്? പ്രസാദം എന്ന് വെച്ചാൽ എന്താണ്? പ്രസാദം എന്ന് വെച്ചാൽ എന്താണ്? സന്തോഷം അല്ലേ? പ്രസാദം എന്ന് വെച്ചാൽ സന്തോഷം. പ്രാസാദം എന്ന് വെച്ചാൽ മാളിക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ പ്രസാദം സന്തോഷം, പ്രാസാദം മാളിക. പ്രസാദം സന്തോഷം, പ്രാസാദം മാളിക. നെക്സ്റ്റ് ഏകവചന രൂപം ഏത്? ഏകവചന രൂപം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏകവചന രൂപം? ഏതാണ്? ഭാഗവതർ. ഭാഗവതർ എന്ന് പറയുന്നതാണ് ഏകവചന രൂപം. ഏതാണ്? ഭാഗവതർ. 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 നെക്സ്റ്റ് ബഹുവചന രൂപം ഏത്? ബഹുവചന രൂപം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ബഹുവചന രൂപം ചോദിച്ചിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻ ആയില്ലേ കാണുന്നത്. ബഹുവചന രൂപം ഏതാണ്? ഭൃത്യർ എന്ന് പറയുന്നതാണ് ബഹുവചന രൂപം. ഏതാണ്? ഭൃത്യർ. ഭൃത്യർ. ബഹുവചന രൂപം ഏതാണ്? ഭൃത്യർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കല് പ്ലസ് മതം ചേർത്തെഴുതുക. ഈ കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ? കല് പ്ലസ് മതം ചേർത്തെഴുതുക. കല് പ്ലസ് മതം ചേർത്തെഴുതുക. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്യുമ്പോൾ മനസ്സിലായതെന്നാണ് കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു പോകാം കേട്ടോ. കല് പ്ലസ് മതം ചേർത്തെഴുതുക. കല് പ്ലസ് മതം ചേർത്തെഴുതിയാൽ എന്താണ്? കന്മതം. കന്മതം. കന്മ നന്മയുടെ അതാട്ടോ. കന്മതം. കന്മതം. ഓക്കെ, കന്മതം. നെക്സ്റ്റ് ഞാനൊന്നും പഠിച്ചില്ല, ആ പരീക്ഷ ഞാൻ വിജയിച്ചു. ഈ വാക്യങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഉപയോഗിക്കാവുന്ന ശരിയായ ഘടകപദം ഏതാണ്? ഞാനൊന്നും പഠിച്ചില്ല, ആ പരീക്ഷ ഞാൻ വിജയിച്ചു. ഈ വാക്യങ്ങൾ എങ്ങനെയാണ് ചേർത്തെഴുതുന്നത്? എങ്ങനെയാണ് ചേർത്തെഴുതുക? എന്നിട്ടും. ഞാനൊന്നും പഠിച്ചില്ല, എന്നിട്ടും ആ പരീക്ഷ ഞാൻ വിജയിച്ചു എന്നാണ് വരുന്നത്. ഞാനൊന്നും പഠിച്ചില്ല, ആ പരീക്ഷ, എന്നിട്ടും ആ പരീക്ഷ ഞാൻ വിജയിച്ചു. നെക്സ്റ്റ് ശരിയായ പദം ഏതാണ്? ശരിയായ പദം ഏതാണ്? ഉച്ഛ്വാസം. ഉച്ഛ്വാസത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എങ്ങനെയാണ് എഴുതുക ഉച്ഛ്വാസം എന്ന് പറയുന്നത്? 2 ച എഴുതിയിട്ട് 2 ചാലെ ഒരു ച മറ്റേതും ഈ ഒരു ച എഴുതിയിട്ട് പിന്നെ ഉച്ഛ്വാസം ഇങ്ങനെയാണ് എഴുതുന്നത്. ഉച്ഛ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഉച്ഛ്വാസം നോക്കാം കേട്ടോ. നെക്സ്റ്റ് വ്യക്തിയെ സംബന്ധിച്ചത്. കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. വ്യക്തിയെ സംബന്ധിച്ചത് എങ്ങനെയാണ്? വൈയക്തികം. വൈയക്തികം എന്ന് പറയുന്നതാണ്. വ്യക്തിയെ സംബന്ധിച്ചത് എന്ന് പറയുന്നത് എന്താണ്? വൈയക്തികം. വൈയക്തികം. ഓപ്ഷൻ ബി ആണ്ടോ. വൈയക്തികം. 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 നെക്സ്റ്റ് ഹി വുഡ് ഹാവ് കം ഇഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? ഹി വുഡ് ഹാവ് കം ഇഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൻ വന്നേനെ. ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൻ വന്നേനെ. ഹി വുഡ് ഹാവ് കം ഇഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം. ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൻ വന്നേനെ. നെക്സ്റ്റ് സ്ത്രീലിംഗ ശബ്ദം എഴുതുക. പ്രഭു. പ്രഭു എന്നതിൻ്റെ സ്ത്രീലിംഗ പദം എന്താണ്? പ്രഭി എന്നാണ്. കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ. പ്രഭു എന്ന് പറയുന്നത് പ്രഭി. പ്രഭു. പ്രഭി. പ്രഭു. പ്രഭി. പുല്ലിംഗ ശബ്ദം എഴുതുക. ഏകാകിനി. ഏകാകിനി എന്ന് പറയുന്നതിൻ്റെ പുല്ലിംഗ ശബ്ദം ഏതാണ്? ഏകാകിനി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏകാകി. ഏകാകി. ഏകാകിനി. ഏകാകി. നന്നൂൽ പിരിച്ചെഴുതുക. നന്നൂൽ പിരിച്ചെഴുതുക. എങ്ങനെയാണ് നന്നൂലിൻ്റെ നല് പ്ലസ് നൂല്. നല് പ്ലസ് നൂൽ എന്ന് പറയുന്നതാണ് നന്നൂൽ. നല് പ്ലസ് നൂൽ നന്നൂൽ. നല് പ്ലസ് നൂൽ നന്നൂൽ. നല് പ്ലസ് നൂൽ നന്നൂൽ. നെക്സ്റ്റ് താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏതാണ്? ഏതാണ് വരുന്നത്? ശരിയായ രൂപം തന്നിരിക്കുന്നതിൽ ഏതാണ്?
പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെപ്പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെപ്പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ എന്ന് പറയുന്നതാണ് ശരിയായ രൂപം. ഏതാണ്? പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെപ്പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. നെക്സ്റ്റ്, ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഏതാണ് ക്രമം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഏതാണ്? അനുക്രമം. അനുക്രമം എന്ന് പറയുന്നതാണ് ക്രമം അനുസരിച്ച് എന്ന് പറയുന്നത്. 3 മാത്രമാണ് ശരി കേട്ടോ. അനുക്രമം എന്ന് പറയുന്നതാണ് ക്രമം അനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? അനുക്രമം. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ വാക്യം കണ്ടെത്തുക. ശരിയായ വാക്യം ഏതാണ്? സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. 2 മാത്രമാണ് ശരി. സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. കൈ അക്ഷരം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ്? കൈ അക്ഷരം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ്? എന്താണ്? കൈ പ്ലസ് അക്ഷരമാണ് കൈ അക്ഷരം എന്ന് പറയുന്നത്. കൈ പ്ലസ് അക്ഷരം തിരിച്ചു പഠിക്കുക. കൈ പ്ലസ് അക്ഷരം എന്ന് പറയുന്നത് കൈ അക്ഷരം യാ വരുന്നുണ്ട് കേട്ടോ. കൈ എഴുതിയിട്ട് യായാണ്. കൈ എഴുതും, അതിനുശേഷം യാന്ന് എഴുതും. കൈ അക്ഷരം എന്ന പദം പിരിച്ചെഴുതിയതാണ് കൈ പ്ലസ് അക്ഷരം. കൈ പ്ലസ് അക്ഷരം കൈ അക്ഷരം. നെക്സ്റ്റ്, നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏതാണ്? നിഘണ്ടുവിൽ കാണപ്പെടുന്നത് പോലെ എങ്ങനെയാണ് ഏതാ? ആദ്യം ചക്രവാകം, പിന്നെ ചക്രവാദം, പിന്നെ ചക്രവാളം, പിന്നെ ചക്രശ്വാസം. ചക്രവാകം, ചക്രവാദം, ചക്രവാളം, ചക്രശ്വാസം എന്ന് പറയുന്നത് 2 മാത്രമാണ് കേട്ടോ ശരി. 2 മാത്രമാണ് ശരി. നെക്സ്റ്റ്, ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായ പദം? അസ്തമയം. കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ? അസ്തമയം. നെക്സ്റ്റ്, യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഇതും കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ചീനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം. ചീനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം എന്ന് പറയുന്നതാണ് യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. ചീനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം. 2 മാത്രമാണ് ശരി. നെക്സ്റ്റ്, ഈ ദൃശ്യം എന്ന പദത്തിൻ്റെ വിപരീതം കണ്ടെത്തുക. ഈ ദൃശ്യം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? ഈ ദൃശ്യം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? സദൃശം എന്നാണ്. സദൃശം. ഈ ദൃശ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? സദൃശം. ഈ ദൃശ്യം സദൃശം. ഈ ദൃശ്യം സദൃശം. ഈ ദൃശ്യം സദൃശം. സദൃശം ഓപ്പോസിറ്റ് ആണ് ഈ ദൃശ്യം. നെക്സ്റ്റ്, സൂര്യൻ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? സൂര്യൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൂര്യൻ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? അപ്പോൾ സൂര്യൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? അർക്കൻ, മെഹിരൻ, ആദിത്യൻ. അർക്കൻ, മെഹിരൻ, ആദിത്യൻ എന്നിവയാണ് സൂര്യൻ എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങൾ. അർക്കൻ, മെഹിരൻ, ആദിത്യൻ. സുധാംശു എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ അർക്കൻ, മെഹിരൻ, ആദിത്യൻ എന്ന് പറയുന്നതാണ് ശരിയായ പദങ്ങൾ. നെക്സ്റ്റ്, അടയുടെ ഉള്ളിലൊരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? അടയുടെ ഉള്ളിലൊരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? തേനീച്ചക്കൂട്. തേനീച്ചക്കൂടാണ് അടയുടെ ഉള്ളിലൊരു പെരുമ്പട എന്ന് പറയുന്ന കടങ്കഥ അർത്ഥമാക്കുന്നത്. തേനീച്ചക്കൂടാണ്. 2 മാത്രമാണ് ശരി. നെക്സ്റ്റ്, തെറ്റായ തർജ്ജമ ഏതാണ്? തെറ്റായ തർജ്ജമ തന്നിരിക്കുന്നതിൽ ഏതാണ് തെറ്റായ തർജ്ജമ എന്ന് പറയുന്നത്? ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി എന്ന് പറയുന്നതാണ് തെറ്റായ തർജ്ജമ. കിക്ക് ദ ബക്കറ്റ് മരണപ്പെട്ടു എന്നർത്ഥമാണ്. 11th hour 11 മണി എന്നും റെഡ് ടേപ്പ് ചുവപ്പ് നാട എന്നുമാണ് അർത്ഥം വരുന്നത്. കിക്ക് ദ ബക്കറ്റ് മരണപ്പെട്ടു, 11th hour 11 മണി, റെഡ് ടേപ്പ് ചുവപ്പ് നാട. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതുവരെ PSC ചോദിച്ച എല്ലാ മലയാളം ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.